റെവിറ്റ് MVP മലയാളം ട്യൂട്ടോറിയലിൻ്റെ 85ാമത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകണം കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു ടേബിൾ വരച്ചിട്ടുണ്ടെന്ന് ആ ടേബിളിൽ എങ്ങനെ ലെഗുകൾ കൊടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നേരെ ലെവൽ 2ലേക്ക് പോവുകയാണ്. ലെവൽ 2ലേക്ക് പോയ ശേഷം ഇതാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വരച്ച ഒരു ടേബിൾ. ഓക്കെ, ഈ ടേബിൾ ആയിട്ടില്ല, ടേബിളിൻ്റെ ടോപ്പ് ഏരിയ മാത്രമേ ആയിട്ടുള്ളൂ. ഇതിലേക്ക് ഇനി ലെഗുകളൂടെ കൊടുത്താൽ മാത്രമാണ് ഇതൊരു ടേബിൾ ആകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പം സെക്ഷൻ വ്യൂയിലേക്ക് പോവുകയാണ്. സെക്ഷൻ ഓപ്പൺ ചെയ്തു. സെക്ഷൻ ഓപ്പൺ ചെയ്തപ്പം ഇതാണ് ടോപ്പ്. ഈ ടോപ്പും ഈ ഗ്രൗണ്ടും തമ്മിൽ ലെഗുകൾ കൊടുക്കണം. അപ്പോൾ ആ ലെഗുകൾ എങ്ങനെ കൊടുക്കാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകണം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ ഈ ഒരു ഫാമിലി സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്ത ശേഷം എഡിറ്റ് ഇൻ പ്ലേസിലേക്ക് പോവുകയാണ്. അതിനുശേഷം ഇവിടെ ക്രിയേറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ക്രിയേറ്റ് കൊടുത്തു. ഇതൊക്കെ നമ്മൾ മുന്നേ നോക്കിയിട്ടുള്ള കാര്യമാണ്. അതിനുശേഷം ഞാൻ ഇവിടെ എക്സ്ട്രൂഷൻ എടുക്കുകയാണ്. എക്സ്ട്രൂഷൻ എടുത്തതിന് ശേഷം എനിക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് കാണിച്ചു. എനിക്ക് ഏത് ലെവലിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്നുള്ളത് കാണിക്കണം. ഞാൻ നെയിം കൊടുത്തു. അതിനുശേഷം ഇവിടെ ലെവൽ 2 സ്റ്റാർട്ട് ചെയ്യണം. ലെവൽ 2 എനിക്ക് ഈ ഒരു ടേബിളിൻ്റെ ഡൗൺ സൈഡിൽ അല്ലെങ്കിൽ താഴത്തെ ഭാഗം വരെ ഇത് പറയണം. ഫസ്റ്റ് ഞാനിവിടെ ഇപ്പം ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളൊരു കമാൻഡ് മാത്രം കൊടുക്കുന്നു. അതിനുശേഷം കൊടുത്തു. അതിനുശേഷം എവിടെ നിന്നാണ് ഇത് വ്യൂ ചെയ്യണമല്ലോ, വരയ്ക്കാൻ വേണ്ടിയിട്ട് എവിടെ നിന്നാണ് വ്യൂ ചെയ്യേണ്ടതെന്നുള്ളത് ചോദിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ലെവൽ 2 തന്നെ കൊടുത്തു. ഇതാണ് എൻ്റെ ടേബിൾ. ഇവിടെയാണ് എനിക്ക് ലെഗ് വരേണ്ടത്, അല്ലെങ്കിൽ ഇതിനകത്തായിട്ടാണ് എനിക്ക് ലെഗ് വരേണ്ടത്. അപ്പോൾ അതെങ്ങനെ വരയ്ക്കാമെന്നുള്ളത് നോക്കാം. ഞാനിപ്പം ഈ സർക്കിൾ തന്നെ ഇവിടെ എടുത്തു. സർക്കിൾ എടുത്തതിന് ശേഷം എനിക്ക് ഇവിടെ ഒരു ലെഗ് വേണം. അതുപോലെ തന്നെ ഇവിടെ ഒരു ലെഗ് വേണം. ഇവിടെ ഒരു ലെഗ് കൊടുക്കുകയാണ്. ഇവിടെ ഒരു ലെഗ് കൊടുക്കുകയാണ്. അതിനുശേഷം ഞാനിത് കംപ്ലീറ്റ് ചെയ്യണം. കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം ഞാൻ ഇപ്പം 3D വ്യൂയിലേക്ക് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സെക്ഷൻ വ്യൂയിലേക്ക് പോയി കഴിഞ്ഞാൽ കൃത്യമായിട്ട് തന്നെ ആ ഒരു ലെഗ് ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷേ ഞാനിവിടെ വരച്ച ആ ഒരു ലെഗ് ഈ ടേബിളിൻ്റെ അടിഭാഗത്ത് വന്ന് കണക്റ്റ് ആയിട്ടില്ല. അപ്പോൾ അത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ഓപ്ഷൻ എന്ന് വെച്ചാൽ, ഒന്നി നമുക്ക് ഇതുപോലെ ഡ്രാഗ് ചെയ്തുകൊണ്ടൊന്ന് വെക്കാം. അതല്ല എങ്കിൽ ചെയ്യാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ അലൈൻ എന്ന് പറയുന്നൊരു കമാൻഡ് ഉണ്ട്, അതെടുക്കുക. അതിനുശേഷം ആദ്യം ഒരു റെഫറൻസ് ലൈൻ കാണിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മുടെ വരച്ച ആ ഒരു ലെഗ് കാണിച്ചിടും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വന്ന് കണക്റ്റ് ആയിക്കോളും. അതിനുശേഷം ഞാനിവിടെ 3D വ്യൂയിലേക്ക് പോയി കഴിഞ്ഞാൽ കൃത്യമായിട്ട് തന്നെ ആ ഒരു ടേബിൾ ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ ഈ ഒരു എലമെൻറ്റ് മാത്രം എങ്ങനെ കാണാം എന്നുള്ളത് നോക്കാം. ഞാൻ സ്ലേറ്റ് എലമെൻറ്റ് കൊടുത്തു. അതിനുശേഷം നോക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ട് തന്നെ ആ ഒരു ടേബിളും ആ ഒരു ലെഗും എല്ലാം കൃത്യമായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ വേറൊരു കാര്യം ഇവിടെ നോക്കാനുണ്ട്. നമ്മളിതുപോലെ അലൈൻ ചെയ്ത് വെക്കുമ്പം ഈ ടേബിളിൻ്റെ ഈ ഒരു ടോപ്പ് ഏരിയയും അതുപോലെ തന്നെ ലെഗും തമ്മിൽ ലോക്ക് ചെയ്ത് വെക്കണം. ലോക്ക് ചെയ്ത് വെക്കേണ്ട ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നോക്കാം. ഇപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ ഈ ഒരു റെഫറൻസ് ലൈൻ ചേഞ്ച് ചെയ്യണം, അതായത് എന്തെങ്കിലും ഒരു മെഷർമെൻറ്റ് മാറ്റം വരുത്തണം. അപ്പോൾ മാറ്റം വരുത്തുന്നതനുസരിച്ചിട്ട് ഈ ടേബിളിൻ്റെ ലെഗും അതുപോലെ മാറ്റം വരണം. എങ്കിൽ മാത്രമേ ടേബിളായിട്ട് ഒരൊറ്റ സിംഗിൾ പീസായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. ഇപ്പോൾ എക്സാമ്പിൾ ഞാനിപ്പോൾ ലോക്ക് ചെയ്തിട്ടില്ല. ലോക്ക് ചെയ്യാത്ത സാഹചര്യത്തിൽ ഞാൻ ഈ ഒരു റെഫറൻസ് ലൈൻ മൂവ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്, ഈ ഒരു ടോപ്പ് ഏരിയ മാത്രം സെപ്പറേറ്റ് ആയിട്ട് മൂവ് ആണ്, ലെഗ് അതുപോലെ നിൽക്കുകയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓരോ തവണയും ലെഗ് ഇതുപോലെ നമ്മൾ അലൈൻ ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതൊരു ടൈം വേസ്റ്റാണ്. അപ്പോൾ അതെങ്ങനെ നമുക്ക് ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഇതുപോലെ കണക്റ്റ് ആവാതിരിക്കുന്ന ലെഗാണ്. ഞാൻ ഇതിലേക്ക് കൊണ്ടുവന്ന് കണക്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ ലോക്കിൻ്റെ ഒരു സിമ്പൽ വരും. അത് ലോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ലോക്കായി കഴിഞ്ഞു. ഈ ഒരു ലെഗും ഈ ഒരു ടേബിളിൻ്റെ ടോപ്പുമായിട്ട് ലോക്കായി കഴിഞ്ഞു. ഇനി ഞാൻ ഈ ഒരു റെഫറൻസ് ലൈൻ എവിടെയെങ്കിലും മൂവ് ചെയ്ത് കഴിഞ്ഞാൽ കേട്ടോ, ആ ലെഗും അതുപോലെ മൂവ് ചെയ്യും. ഞാനിവിടെ ഫിനിഷ് കൊടുത്തു. ഫിനിഷ് എടുത്തതിന് ശേഷം ഇവിടെ 3D വ്യൂയിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ഒരു ടേബിൾ മൊത്തത്തിൽ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ടേബിൾ അല്ലെങ്കിൽ ഒരു ഫാമിലി ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് ഒരു ടേബിളിൻ്റെ മേളിലൊരു ഫ്ലവർ ബോക്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വേറൊരു ഫാമിലി എങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുക്കാം എന്നുള്ളത് നോക്കാം. അത് മറ്റൊരു വീഡിയോ തന്നെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം.